വയനാട്ടിൽ അതിദുഷ്കരമായ ദൌത്യത്തിന് തയ്യാറെടുത്ത തെരച്ചിൽ സംഘം. സൂചിപ്പാറ മേഖലയിലെ കൊടുംകാടിനുള്ളിൽ സംഘത്തെ എയർഡ്രോപ്പ് ചെയ്ത് തെരച്ചിൽ നടത്താനാണ് പദ്ധതി. ഈ മേഖലയിൽ നദീതീരത്ത് കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്ന അനുമാനത്തിലാണ് തെരച്ചിൽ. രക്ഷാദൌത്യം അതിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് ഇത്. ഹെലികോപ്റ്ററിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ എയർഡ്രോപ്പ് ചെയ്ത് വനത്തിനുള്ളിൽ ഏതെങ്കിലും ഭാഗത്തുള്ള മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ഒരു സജ്ജീകരണമാണ് ഈ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഏകദേശം 12ഓളം ഉദ്യോഗസ്ഥരാണ് ഈ ഒരു ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്യുക. ഇവരെ പാറ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള മേഖലകളിൽ, അതായത് പ്രത്യേകിച്ചും ആ മേഖലകളിലേക്ക് ആക്സസ് സാധ്യമല്ല. കാൽനടയായി എത്തുക എന്നത് വളരെയധികം ദുഷ്കരമാണ്. ഈ ഒരു പ്രദേശത്തേക്ക് എത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് ഈ ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ എയർഡ്രോപ്പ് ചെയ്യുകയും തുടർന്ന് ആ മേഖലയിൽ കൂടുതൽ മൃതദേഹങ്ങൾക്കായുള്ള തെരച്ചിൽ നടത്തുവാനുമാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനായി ഏകദേശം 12 അംഗ സംഘത്തിനെയാണ് ഇപ്പോൾ ഈ ഒരു ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. തുടർന്ന് അവരെ അവിടെ ഈ ഒരു മേഖലകളിലേക്ക് എയർഡ്രോപ്പ് ചെയ്യും. അവിടെ ഇവർ തെരച്ചിൽ നടത്തും. നിരവധി മൃതദേഹങ്ങൾ ഈ ഒരു മേഖലയിൽ ഉണ്ടായേക്കാം എന്ന ഒരു അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു പുതിയൊരു ദൌത്യ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നത്. വിവിധ സോണുകളിലായി തിരഞ്ഞ പരിശോധന നടത്തുന്നതിന് പുറമെയാണ് ഇത്തരത്തിലുള്ള പുതിയ സംഘം കൂടി രൂപീകരിച്ച് വനത്തിന് ഉള്ളിൽ, അതായത് അധികം ആർക്കും കനത്ത ദുഷ്കരമായ ഈ ഒരു മേഖലകളിൽ ഇത്തരമൊരു ദൌത്യത്തിന് തയ്യാറെടുത്തിരിക്കുന്നത്. വയനാട്ടിൽ നിന്നും ദൂരദർശൻ പ്രതിനിധി സുനിത് സുകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.